കഷ്ടം പിടിച്ച ജീവിതം കണ്ടില്ലേ ഇത്. ഇവിടുന്ന് എന്ത് പറയാൻ, നമുക്കൊന്നും അറിഞ്ഞൂടാ പറയാനൊന്നും. ഒരു അത്താണിയാ വേണ്ട, 2 ചേട്ടത്തി താമസിക്കുന്ന വീടാണ്. ബിന്ദുവിനെ അറിയാവുന്നവർ, ബിന്ദുവിൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ചേതനയറ്റ ശരീരമായി ഈ വീട്ടിലേക്ക് തിരിച്ച് വന്നത്. ഈ വീടുകൾ കണ്ടാലറിയാം എത്രമാത്രം ശോചനീയ അവസ്ഥയായിരുന്നു എന്നുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു വീടാണ് ഇത്. പണി പൂർത്തിയാക്കാത്ത ഒരു വീടാണ് ഇത്. അത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ ബിന്ദു അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും താമസിച്ചിരുന്നത്. വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ദിവസവും 300 രൂപയായിരുന്നു വേതനം എന്ന് പറഞ്ഞിരുന്നു. ഈ 300 രൂപ കൊണ്ട് ഒരു ദിവസം എത്രമാത്രം മുന്നോട്ട് പോകും എന്നൊരു കാര്യമൊക്കെ തന്നെയും നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കൂടെ അയൽക്കാരാണ് ഉള്ളത്. അതിലും വളരെ ഒരു സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? അതെ, നല്ല സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് പണിക്കൊക്കെ നിൽക്കുന്ന ചേട്ടനാണ്. ചേച്ചിയാണെങ്കിലും സ്റ്റോപ്പിലൊക്കെ പോയി ഒത്തിരിയും കഷ്ടപ്പെട്ട് അനുഭവിച്ച് ജീവിക്കുന്ന കുടുംബം. ഒത്തിരിയും കഷ്ടപ്പാട് നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നല്ലോ മകളുടെ പഠനം. അത് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. മക്കളെ പഠിപ്പിച്ച് നല്ല രസം. രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 8 മണി 9 മണിയാകുമ്പോഴാണ് തിരക്കനുസരിച്ച് വരും. അങ്ങോട്ട് ഓട്ടോയ്ക്ക് വരും, ഇങ്ങോട്ട് വയ്യ നടന്നു വരും. ബിന്ദുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ഒക്കെ തീരാ വേദനയാണ്. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം, അതുതന്നെയായിരുന്നു ബിന്ദുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നത്. മകനെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടി, അതിൻ്റെ ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ കോട്ടയത്തേക്ക്, എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് എത്തിയത്. ഇപ്പം ഈ കൊച്ചിന് ആശുപത്രി കൊണ്ട് 2-3 ലക്ഷം ഓപ്പറേഷൻ ചെയ്യാനാവും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിരിവെടുത്ത് ഉള്ളതോ കൊണ്ടുകൊടുത്താ ഇപ്പം ഈ ആശുപത്രി അഡ്മിറ്റ് ആക്കിയത്. എങ്ങനെ കയറുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ചെയ്താൽ കുടുംബം രക്ഷപ്പെടുത്തണം, അതേ ഉള്ളൂ പറയാൻ. എൻ്റെ അണ്ണന് ഭാര്യ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലോ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഈ കടങ്ങൾ എന്തെങ്കിലും ഒന്ന് തീർക്കാനോ എന്തെങ്കിലും ചെയ്യണമെന്ന്. മകളുടെ നഴ്സിംഗ് പഠനം, അതിനായി വലിയ ഒരു തുക ലോൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ കടം വീട്ടാനും ഒക്കെയുള്ള ഒരു ഓട്ടപ്പാച്ചിലും കൂടിയായിരുന്നു. അതിനിടയിലാണ് മകളുടെ ഈ ഒരു അസുഖം വന്നത്. ഒരു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടുകാരുടെ മാത്രമല്ല ഈ നാട്ടുകാരുടെയും എല്ലാമായിരുന്നു ബിന്ദു. ഏതായാലും നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്ത് തെറ്റാണ് ഇത് അമ്മ ചെയ്തത് ഈ നിലയിലാവാനെന്നായിരുന്നു മകനത് ചോദിച്ച് ഏങ്ങി കരഞ്ഞിരുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. എന്ത് തെറ്റാണ് ഈ കുടുംബം ചെയ്തത് എന്നാണ്. ഏതായാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഈ നഷ്ടപ്പെട്ട ജീവന് പകരം വയ്ക്കാൻ മറ്റൊന്നും ആവില്ല എന്ന് മാത്രം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹ മോലൈന, മാതൃഭൂമി ന്യൂസ്.